ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 9 ശ്ലോകം 7. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷിദിഷ്ട്യാദൃശോ പുരുഷദിയമാശു മേ ഭുവന നിർമ്മിതോ കർമ്മടാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബന്ധിമാ പാഹി മാം. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദം ഉപേക്ഷി ദിഷ്ട്യാ ദൃശോഃ പുരുഷ ദിയം ആശു മേ ഭുവനനിർമ്മിതോ കർമ്മടാം ഇതി. കർമ്മടാം ഇതി മുറിച്ചാവുമ്പോൾ പിന്നെ ഈ മതി, മുറിക്കാണ്ട് ചൊല്ലുമ്പോൾ കർമ്മടാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബന്ധിമാ പാഹി മാം. ശ്രുതിപ്രകര ദർശിത പ്രചുര വൈഭവ വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മഹാത്മ്യമുള്ളവനും ശ്രീപതി ലക്ഷ്മി വല്ലഭനുമായ ഹരേ ജയ ജയ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ച് അരുളിയാലും പ്രഭു സർവശക്ത അവിടുന്ന് ദിഷ്ട്യാദശോഹു ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് പദം ഉപേക്ഷി വിഷയമായി തീർന്നിരിക്കുന്നു. ആശുമേ ദിയം താമസിക്കാതെ എൻ്റെ ബുദ്ധിയെ ഭുവന നിർമ്മിതു ഭുവനങ്ങളെ സൃഷ്ടിക്കുക കർമ്മട പുരുഷ എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളവനാക്കി തീർക്കണമേ. ഇതി ദ്രുഹിണവർണിത സ്വഗുണബന്ധിമാ പാഹിമ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശയത്തോടുകൂടി അവിടുന്ന് ഈ ഉള്ളവനെ കാത്തരുളനെ. വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മഹാത്മ്യമുള്ളവനും ലക്ഷ്മി വല്ലഭനുമായ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരുളിയാലും സർവശക്ത അവിടുന്ന് ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു. ഇവിടെ ബ്രഹ്മാവാണ് പറയണത്, താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശയത്തോടുകൂടി അവിടുന്ന് ഈ ഉള്ളവനെ കാത്തരുളേണമേ. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷിദിഷ്ട്യാദൃശോ പുരുഷദിയമാശു മേ ഭുവന നിർമ്മിതോ കർമ്മടാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബന്ധിമാ പാഹി മാം. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷിദിഷ്ട്യാദൃശോ പുരുഷദിയമാശു മേ ഭുവന നിർമ്മിതോ കർമ്മടാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബന്ധിമാ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.